exceeding great and precious promises also. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. What for? എന്തിന്? That by these we might be partakers of the divine nature. ഇവയാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരേണ്ടതിന്. That is your God's desire concerning you. നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ദൈവത്തിന്റെ ഉദ്ദേശം അതാകുന്നു. That you may be partakers of the divine nature. അവന്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ പങ്കാളികളായി തീരണമെന്ന്. That you may be like your God in heaven. സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന ദൈവത്തെ പോലെ നിങ്ങളുമായി തീരണം. That you may have the very nature of God. നിങ്ങളുടെ ദൈവത്തിന്റെ അതേ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന്. Oh, that what does he do? അതിനായി തന്നെ എന്ത് ചെയ്യുന്നു? He has given us his power. അവൻ തന്റെ ശക്തി നമുക്ക് തരുന്നു. His power has given us all things that pertain to life and godliness. നമ്മുടെ അവന്റെ ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം നമുക്ക് ദാനം ചെയ്യുന്നു. And not only that, അത് മാത്രമല്ല, with that he has given us precious promises also. അതിനോടുകൂടി വിലയേറിയ അതിമഹത്തായ വാഗ്ദത്തങ്ങളും ദാനം ചെയ്യുന്നു. What for? എന്തിന്? That we may be like him. നാം അവനെ പോലെ ആയിത്തീരേണ്ടതിന്. Unless you eat, ഭക്ഷിക്കാതെ, unless you drink, കുടിക്കാതെ you cannot grow. വളരാൻ കഴിയില്ല. So all things that pertain to life and godliness are given to us. നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകിയിരിക്കുന്നു. Both for the physical needs and for the spiritual needs. ശാരീരികവും ആത്മീയവുമായ രണ്ടാവശ്യങ്ങൾക്കും വേണ്ടിയത്. Such a wonderful God is our God. അത്ര അത്ഭുതവാനായ ദൈവമത്രേ നമ്മുടെ ദൈവം. What is the surety for this? അതിന്റെ നിശ്ചയം എന്താണ്? ഉറപ്പെന്താണ്? The divine power. ദിവ്യ ശക്തി. That is a surety. അതത്രേ അതിന്റെ ഉറപ്പ്. We have a surety given to us. നമുക്കൊരു ഉറപ്പ് നൽകിയിരിക്കുന്നു. That's a guarantee for us. അത് നമുക്കായി നൽകിയിരിക്കുന്ന ഉറപ്പാണ്. What is the guarantee? നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്താണ്? When he gives you the Holy Spirit, പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുമ്പോൾ he says with that he will give you everything that is necessary for you. അതിനോടുകൂടെ നിനക്ക് ആവശ്യമായ എല്ലാം അവൻ തരുന്നു എന്നാണ് പറയുന്നത്. We are living by faith, dear brother. പ്രിയരേ, നാം വിശ്വാസത്താൽ ജീവിക്കുന്നു. One day Pastor Paul was questioned, ഒരിക്കൽ പാസ്റ്റർ പൗലോസിന് ഇങ്ങനെ ചോദ്യം ഉണ്ടായി. how do you live? നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? You say you don't ask from anybody. നിങ്ങൾ ആരോടൊന്നും ചോദിക്കുന്നില്ല എന്ന് പറയുന്നു. You may have seen how we are holding a convention here now. ഇവിടെ ഞങ്ങൾ എങ്ങനെ കൺവെൻഷൻ നടത്തുന്നു നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. There are hundreds of people here. ഇവിടെ നൂറ്റുകണക്കായ ആളുകളുണ്ട്. If we go around and ask people, ഇവരോട് ചുറ്റി നടന്ന് ചോദിച്ചാൽ surely they will give us something. നിശ്ചയമായും അവരെന്തെങ്കിലും തരും. We can collect some money now. അങ്ങനെ പണം ശേഖരിക്കാം. But have you seen us collecting anything? എന്നാൽ ഞങ്ങൾ അങ്ങനെ ശേഖരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? This is not only our life in the conventions. ഇത് ഞങ്ങളുടെ കൺവെൻഷൻ ആവശ്യം മാത്രമല്ല, In every day of our life, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും for all our needs, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും we don't ask anybody. ഞങ്ങൾ ആരോടും ഒന്നും ആവശ്യപ്പെടുന്നില്ല. We don't depend upon any man. ഞങ്ങൾ ആരും മനുഷ്യരിലും ആശ്രയിക്കുന്നില്ല. We depend upon God. ഞങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. God supplies our needs. ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നു. One day Pastor Paul was asked, ഒരിക്കൽ പാസ്റ്റർ പോളിനോട് ഇങ്ങനെ ചോദിച്ചു, how do you meet your needs? നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുന്നു? Sing a chorus. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. He gave the ready answer the Holy Spirit gives me. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന ഉടനുത്തരം പറഞ്ഞു. Glory to God. ദൈവത്തിന് മഹത്വം. Yes, the Holy Spirit is able to give us all we need. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുന്നു. That is what Peter also says. അതാകുന്നു പത്രോസും പറയുന്നത്. His divine power has given unto us all things that pertain to life and godliness. ഈ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും ആവശ്യമായ സകലവും നിങ്ങൾക്ക് തരുന്നു. Not only that, മാത്രമല്ല He has given us precious promises also. നിങ്ങൾക്ക് വിലയേറിയ മഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. If you spend anything more, നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ ചിലവിട്ടാൽ, if you want anything more, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ I will give you, He says. ഞാൻ തരാമെന്ന് That is പറയുന്നു. a precious promise. അതത്ര വിലയേറിയ വാഗ്ദത്തം. After all, what is the need? What does God want from us? ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? What is God's
അർത്ഥപ്രാണനായ മനുഷ്യൻ he's given some help, അവന് ചില സഹായങ്ങൾ നൽകി. and then he said, let him do the rest himself. ഇനി അവൻ ബാക്കി അവൻ തന്നെ ചെയ്തുകൊള്ളട്ടെ. Let him live or die, what do I care? അവൻ മരിക്കുകയോ ജീവിക്കുകയോ എന്തുമാകട്ടെ. That is not the kind of good Samaritan we have. അങ്ങനെയുള്ള ഒരു നല്ല സമരിക്കാരനല്ല നമുക്കുള്ളത്. What does he say? എന്താണ് പറയുന്നത്? Whatever you need, I give you. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. Oh, that I desire is that you should come to perfect health. അവന്റെ മുഴുവൻ താല്പര്യവും നിങ്ങൾ പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരണമെന്നുള്ളതാണ്. What is real health in the sight of God? ദൈവത്തിന്റെ കാഴ്ചയിൽ ശരിയായ ആരോഗ്യം എന്താണ്? We should have the divine nature. നമുക്ക് ദിവ്യ സ്വഭാവം പ്രാപിക്കണം. Man must come back to his original nature. മനുഷ്യൻ തന്നെ പഴയ നിലയിൽ മടങ്ങിയെത്തണം. Man must become like God. മനുഷ്യൻ ദൈവത്തെ പോലെ ആയിത്തീരണം. Oh, that what does God do? അതിനായി ദൈവം എന്താണ് ചെയ്യുന്നത്? Not only forgives your sin, പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല he forgives your sin, നിങ്ങൾ പാപം ക്ഷമിക്കുന്നു. then he puts on his spirit upon you. അവൻ തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ തരുന്നു. That humility is put upon you. ആ താഴ്മ നിങ്ങളുടെ മേൽ തരുന്നു. Then he gives you all things that pertain to life and godliness. പിന്നീട് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകുന്നു. And he gives you precious promises also. വിലയേറിയ മഹത്തായ വാഗ്ദാനങ്ങളും തരുന്നു. Promise for your body. നിങ്ങളുടെ ശരീരത്തിനുള്ള വാഗ്ദത്തം. Promise for your spirit. നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയുള്ള വാഗ്ദത്തം. Promise for your soul. നിങ്ങളുടെ ദേഹിക്ക് വേണ്ടിയുള്ള വാഗ്ദത്തം. Promise for a keeping. നിങ്ങളെ സൂക്ഷിക്കുന്നതിനുള്ള വാഗ്ദത്തം. Promise to help you. നിങ്ങളെ സഹായിക്കാമെന്നുള്ള വാഗ്ദത്തം. Everything there is a promise from God. ദൈവത്തിൽ നിന്നും എല്ലാത്തിനും ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങളുണ്ട്. Our life is a guaranteed life. നമ്മുടെ ആ ജീവിതം എന്ന് പറയുന്നത് ഉറപ്പുള്ള ജീവിതമാണ്. Our life is an insured life. നമ്മുടെ ആ ജീവിതം എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള We ജീവിതമാണ്. can be insured in the Lord Jesus Christ. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മെ തന്നെ ഇൻഷുർ ചെയ്യാം. This is both insurance and assurance. ഇത് സുരക്ഷിതത്വവും ഉറപ്പുമാകുന്നു. Glory to God. ദൈവത്തിന്റെ മഹത്വം. He promises you everything that pertains to life and godliness. ജീവനും ഭക്തിക്കും ആവശ്യമായത് എല്ലാം അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. With the power of God, he gives you that. ദിവ്യശക്തിയാൽ അവൻ ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നു. That is why he is calling you today. അതുകൊണ്ടാകുന്നു അവൻ ഇന്ന് നിങ്ങളെ വിളിക്കുന്നത്. You are on the way between Jerusalem and Jericho. നിങ്ങൾ യെരൂശലേമിനും യെരിഹോവിനും മധ്യേയുള്ള You are വഴിയിലായിരിക്കുന്നു. wounded and you are weak. നിങ്ങൾ അർത്ഥപ്രാണരായി മുറിവേറ്റ് ബലഹീനരായിരിക്കുന്നു. You are bleeding. നിങ്ങൾ രക്തം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. The Lord wants to deliver you. നിങ്ങളുടെ കർത്താവ് നിങ്ങളെ വിടിയിപ്പാൻ ആഗ്രഹിക്കുന്നു. Jesus wants to deliver you. താഴ്മയുള്ള യേശു നിങ്ങളെ വിടിയിപ്പാൻ He ആഗ്രഹിക്കുന്നു. wants to deliver you from the power of the enemy. ശത്രുവിന്റെ ശക്തിയിൽ നിങ്ങളെ വിടിയിപ്പാൻ അവൻ He ആഗ്രഹിക്കുന്നു. wants to deliver you from the spirit of pride. നിങ്ങളത്തിന്റെ ആത്മാവിൽ നിങ്ങളെ വിടിയിപ്പാൻ അവൻ He ആഗ്രഹിക്കുന്നു. wants to clothe you with himself. തന്നെ കൊണ്ട് തന്നെ നിങ്ങളെ ധരിപ്പിക്കുവാൻ അവൻ Then ആഗ്രഹിക്കുന്നു. he promises you all things that pertain to life and godliness. ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അതോടുകൂടി അവൻ വാഗ്ദത്തം And ചെയ്യും. also precious promises are given to you. അതോടുകൂടെ വിലയേറിയ വാഗ്ദത്തങ്ങളും അവൻ തരുന്നു. So that we may obtain divine nature അങ്ങനെ നാം ദിവ്യ സ്വഭാവം പ്രാപിച്ച് and get ready for the coming of the Lord. കർത്താവായ യേശുവിന്റെ വരവിന് ഒരുങ്ങേണ്ടതിന് May the Lord undertake for us. അതിന് ദൈവം നമുക്ക് സഹായിക്കട്ടെ.
ഹൃദയത്തോട് അങ്ങ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രിയും നിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നിനക്ക് പ്രസാദം തോന്നി. മനുഷ്യ ജീവിതത്തിന്റെ അരിഷ്ടാവസ്ഥയിൽ കുഴഞ്ഞ് കർത്താവേ ആശ്രയമറ്റവരായി അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നല്ല സമരിയാക്കാരനായി കടന്നു വന്നവനായ കർത്താവേ, ഈ രാത്രി ആ വിധമായ നിലയിൽ ഇരിക്കുന്ന മനുഷ്യനെ ഉദ്ധരിക്കുവാനായി നിന്റെ ദിവ്യ സന്ദേശവുമായി നിന്നെ മനുഷ്യരെ നീ സമീപിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകി ഇവയാൽ ലോകത്താനുള്ള നാശം വിട്ടകന്ന ദിവ്യ സ്വഭാവമുള്ളവരായി തീരുവാൻ നിന്റെ തിരുവചന സത്യങ്ങളെ നീ വെളിപ്പെടുത്തി കൊടുത്തതിനായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രകൃതിയുടെ എല്ലാ ക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ സഹായിച്ചവനായി ദൈവമേ, ശരിയായ അന്തരീക്ഷത്തിൽ നിന്റെ ജനത്തെ ഇരുത്തി നിന്റെ തന്നെ ആലോചന നീ കൊടുത്തതിനൊത്തതുകൊണ്ടും ഓരോരുത്തരും ഹൃദയമായി ഏറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, ജീവിതത്തിൽ പുതുമയുണ്ടാക്കുവാൻ, നീ ചെയ്ത നന്മകളെ ഓർത്ത് നിന്നെ സ്തുതിപ്പാൻ അധിക കൃപകൾ നൽകുവാനാകണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനായി നിന്റെ ദിവ്യശക്തി നിന്റെ ജനത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നതിനായി നിന്നെ വാഴ്ത്തുന്നു. നീ കൊടുത്ത സാക്ഷ്യങ്ങൾക്കായി ദൂതുകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ജനത്തോടുകൂടെ ഇരുന്ന് പൂർവാധികം ശക്തീകരിച്ച് 100 പേര് ഫലം കൊടുക്കുവാൻ നീ കാരണമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പണം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. Blessed and Holy Father, we thank you, dear Lord, for thy presence in our midst. We thank thee thou dost care for the sinner, thou dost care for the sick and the wounded. Thou art able to help us in our troubles and infirmities. We know that thou hast made all provision for us, not only for this life, but for godliness and eternity. Give us the grace, we pray thee, to possess the promises that thou hast made. Make us partakers of thy divine nature. We ask this all in Jesus' name. Now may the grace of our Lord Jesus Christ, the love of God, and the fellowship of the Holy Spirit abide with us today and forever.